ഒരു കൂടിക്കാഴ്ചയുടെ വാർത്തയും അതിനു പിന്നാലെയുള്ള പ്രതികരണവുമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലെ ചർച്ചാ വിഷയം. ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിനിടെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്നും ഇതിലൂടെ ചരിത്രപരമായ വഴിത്തിരിവുണ്ടായെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അവകാശപ്പെട്ടു. എന്നാൽ അത്തരമൊരു സന്ദർശനമോ അപ്രഖ്യാപിത കരാറുകളോ ഉണ്ടായിട്ടില്ല എന്ന് UAE ഉടൻ തന്നെ മറുപടിയിലൂടെ വ്യക്തവുമാക്കി. ഇറാൻ ഉൾപ്പെടുന്ന പ്രാദേശിക സംഘർഷത്തിന്റെ മൂർധന്യത്തിൽ മാർച്ച് 26-ന് എമിറാത്തി നഗരമായ അൽ ഐനിൽ വെച്ചാണ് ഇസ്രയേൽ നേതാവ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദുമായി ചർച്ച നടത്തിയതായി നെതന്യാഹുവിന്റെ ഓഫീസ് ബുധനാഴ്ച എക്സ് പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ കൂടി അറിയിച്ചത്. ഗൾഫിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇസ്രയേലും UAEയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പ്രധാന ചുവടുവെപ്പായി ഈ കൂടിക്കാഴ്ച അടയാളപ്പെടുത്തിയെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഉഭയകക്ഷി ബന്ധങ്ങളിലെ ചരിത്രപരമായ വഴിത്തിരിവ് എന്നാണ് ഇസ്രയേൽ ഈ ചർച്ചകളെ വിശേഷിപ്പിച്ചത്. യുദ്ധസമയത്ത് പ്രാദേശിക സുരക്ഷയിലും തന്ത്രപരമായ ഏകോപനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചകളെന്നും പ്രസ്താവനയിൽ പറയുന്നു. എന്നാൽ ഈ അവകാശവാദങ്ങളെ UAE വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി തള്ളിയിട്ടുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു രാജ്യം സന്ദർശിച്ചെന്നോ ഇസ്രയേലി സൈനിക പ്രതിനിധി സംഘത്തെ സ്വീകരിച്ചെന്നോ ഉള്ള റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇസ്രയേലുമായുള്ള ബന്ധം 2020-ലെ അബ്രഹാം കരാറിന്റെ ചട്ടക്കൂടിന് കീഴിൽ പരസ്യമായി നടക്കുന്നതാണെന്നും സുതാര്യമല്ലാത്തതോ അനൌദ്യോഗികമോ ആയ ക്രമീകരണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതല്ല എന്നും UAE കൂട്ടിച്ചേർത്തു. അപ്രഖ്യാപിത സന്ദർശനങ്ങളോ വെളിപ്പെടുത്താത്ത ക്രമീകരണങ്ങളോ സംബന്ധിച്ച ഏതൊരു അവകാശവാദവും UAE-യിലെ ബന്ധപ്പെട്ട അധികാരികൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പൂർണ്ണമായും അത് അടിസ്ഥാനരഹിതമാണ് എന്നാണ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. ഇറാൻ സംഘർഷത്തിനിടെ ഇസ്രയേലും UAE-യും തമ്മിൽ സുരക്ഷാ ഏകോപനം വർദ്ധിപ്പിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾക്കിടയിലാണ് ഭിന്നാഭിപ്രായങ്ങളുള്ള ഈ പ്രസ്താവനകളും പുറത്തു വരുന്നത്. യുദ്ധസമയത്ത് മൊസാദ് തലവൻ ഡെഡി ബാർണിയ സൈനിക കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി 2 തവണ UAE സന്ദർശിച്ചതായി നേരത്തെ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കൂടാതെ ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇസ്രയേൽ തങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരെയും UAE-യിൽ വിന്യസിച്ചതായി ഇസ്രയേലിന്റെ അമേരിക്കൻ അംബാസിഡർ മൈക്ക് ഹഗബി ഈ ആഴ്ച വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതേസമയം ഇറാനെതിരായ യുദ്ധത്തിനിടെ ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു UAE സന്ദർശിച്ചെന്ന വെളിപ്പെടുത്തലിനെ രൂക്ഷമായാണ് ഇറാൻ വിമർശിച്ചത്. ഇസ്രയേലുമായി കൂട്ടുനിൽക്കുന്നത് പൊറുക്കാനാകാത്ത തെറ്റാണെന്നും കണക്ക് പറയിപ്പിക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞു. ഇറാന്റെ സുരക്ഷാ ഏജൻസികൾ നേരത്തെ കണ്ടെത്തിയ വിവരങ്ങളാണ് നെതന്യാഹു ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നതെന്നും അരാക്ചി കൂട്ടിച്ചേർത്തു. മഹത്തായ ഇറാൻ ജനതയോട് ശത്രുത പുലർത്തുന്നത് വിഡ്ഢിത്തമാണെന്നും ഭിന്നതയുണ്ടാക്കാനായി ഇസ്രയേലുമായി കൂട്ടുനിൽക്കുന്നവർ മറുപടി പറയേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇറാനിയൻ ആക്രമണം നേരിടുന്ന UAE-ക്ക് ഇസ്രയേൽ അയൺ ഡോം ആന്റി മിസൈൽ ബാറ്ററികളും എഞ്ചിനീയർമാരെയും അയച്ചിട്ടുണ്ടെന്ന് ഇസ്രയേലിലെ US അംബാസിഡറാണ് വെളിപ്പെടുത്തിയത്. UAE-യിൽ ഇസ്രയേലി സൈനിക വിന്യാസം സംബന്ധിച്ച ആദ്യ പൊതു പ്രഖ്യാപനവുമാണിത്. ഇസ്രയേലുമായുള്ള പ്രതിരോധ ബന്ധം വർദ്ധിപ്പിക്കുന്നതിന് സമ്മർദ്ദം ചെലുത്തുന്നതിനായി. എന്നാൽ ഈ അഭിപ്രായങ്ങളോട് UAE പ്രതികരിച്ചിട്ടില്ല. ഇസ്രയേലിന്റെ മൊബൈൽ വ്യോമ പ്രതിരോധ സംവിധാനമാണ് അയൺ ഡോം. റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ്, ഇസ്രയേലി വ്യോമസേന, യുണൈറ്റഡ് സ്റ്റേറ്റ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. 4 മുതൽ 70 കിലോമീറ്റർ വരെ ദൂരത്തിൽ വരുന്ന ഹ്രസ്വദൂര റോക്കറ്റുകൾ, പീരങ്കി ഷെല്ലുകൾ എന്നിവയെ ഇത് പ്രധാനമായും തടയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.